ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതുതായി ഒരു വർക്ക്ഷോപ്പ് പരിചയപ്പെടുത്തുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ 3 വർക്ക്ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ശ്രീജിത്ത്, കങ്ങരപ്പടി ശ്രീജിത്ത്, മട്ടാഞ്ചേരി നൗഷാദ്, പറവൂർ സ്വരൻ, ഒരു വർക്ക്ഷോപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോതമംഗലം കേട്ടോ. കോതമംഗലത്ത് നിന്ന് കോതമംഗലം ബൈപ്പാസ് റോഡിലാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ വർക്ക്ഷോപ്പിൻ്റെ പേരാണ് വിനായക പാച്ച് വർക്ക്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളും അവിടുത്തെ വർക്കൊക്കെ. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെറിയൊരു ടൂറിലാണ്, ഞാനും ഫാമിലിയായിട്ട് ചെറിയൊരു ടൂറ് മൂന്നാറിലേക്ക് പോവുകയാണ്. മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതെ നോക്കിയേ, അതെ നോക്കിയേ, അതെ ഈ ഓട്ടോറിക്ഷ ഇവിടെ വർക്ക് ചെയ്ത ഓട്ടോറിക്ഷ ഉണ്ടാ നോക്കിയേ. ഈ ഓട്ടോറിക്ഷ ഇവിടെ പണിത ഓട്ടോറിക്ഷയാണ്. ഇത് നമുക്ക് വീഡിയോക്കായിട്ട് വന്നതാണ്. ഇതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അടുത്തൊരു ഓട്ടോറിക്ഷ അതെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ ഓട്ടോറിക്ഷ ഇവിടെ പണിതതാണ്. ഇതെ എൻ്റെ റെയിൻ ഗാർഡൊക്കെ നോക്കിയാൽ ഗോൾഡൻ റെയിൻ ഗാർഡാണ് കേട്ടോ. അതെ കണ്ടാ. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് പോകാം. അവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്ന് ഈ ഓട്ടോറിക്ഷയുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ദേ നമ്മുടെ കുടുംബം ദേ ഇവിടെ ഉണ്ട് കേട്ടോ. ജാസ്മി, ജാബിറൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ടൂറ് പോകാനുള്ള സന്തോഷത്തിലാണ്. ജാബിറ ടൂർ പോകണ്ടേ നമുക്ക് അല്ലേ? ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഓണർ. പേരൊന്ന് പറഞ്ഞു. പേര് എൻ്റെ ബിജു. ബിജു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു. കോതമംഗലം മലയങ്കീഴ് ബൈപ്പാസ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഒരു ഷോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൂടെ ഏതാണ്ട് 2.5 ലക്ഷം പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു പ്രചോദനമായത്. അതെ ഇത് 2 ഓട്ടോറിക്ഷ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഈ പുള്ളി എന്നെ സ്ഥിരം വിളിക്കുന്ന ആളാണ് കേട്ടോ. പേരെന്ന് പറഞ്ഞു? ജോസ്. വീട് അടുത്ത് തന്നെയാണ്, പുന്നിയക്കാട്. അപ്പോൾ നമുക്ക് വേണ്ടി വന്നാണ് അല്ലേ വീഡിയോക്ക് വേണ്ടിയിട്ട്. അതെ സന്തോഷ്. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? വീട് ഈസ്റ്റ് മാറാടി. നമുക്ക് വേണ്ടി വന്നാളല്ലേ? അതെ. നമുക്കൊന്ന് അകത്തേക്കൊന്ന് പോകാം. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ള അതല്ലേ, അതൊക്കെ നമുക്ക് വഴിയെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് അകത്ത് വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതല്ലേ. പിന്നെ വർക്ക്ഷോപ്പ്, ഇതാണല്ലേ വർക്ക്ഷോപ്പ്. ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് വരൂല്ലേ? ഇതേ ഇവിടെ ഒരു ഓട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടിയാണല്ലേ ഇത്? ഇത് പെട്ടി വർക്കാണ്. അതല്ലേ. ഇതെന്താ വർക്ക്? ഓ ഇത് പഴയതാന്ന് തോന്നുന്നു അല്ലേ? മാറിയില്ലല്ല. അത് വെട്ടി നിലത്തിട്ടേക്കണേ അല്ലേ? ഇത് വേറെ വണ്ടിയിട്ടേ. ഓ ആ അതെ. ഇവിടെ ഒരു വണ്ടി നോർമൽ ബോഡി വർക്ക് അല്ലേ ഇത്? നോർമലായിട്ടുള്ള ബോഡി വർക്കാണ് കേട്ടോ. സ്ക്വയർ പൈപ്പ് ഇട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. സൈഡും സ്ക്വയർ പൈപ്പ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് എത്ര ചെയ്താണ്? 20 അല്ലേ? 20 നമുക്ക് കുറച്ചുകൂടി കട്ടി കൂടുന്നോന്നല്ലേ? 18 കട്ടി കൂടൂല്ലേ 20? കുറവാണല്ലേ? അങ്ങനെയാണല്ലോ വന്നത്. ഓ ഇത് ഇവിടെ ആംഗ്ലറൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് പ്രൈവറ്റ് വണ്ടിയാണത്. പ്രൈവറ്റ്. ഈ വണ്ടിയുടെ വർക്ക് നോക്കി എങ്ങനെയുണ്ട് നോക്കിയേ. ആൽഫ അല്ലേ? ആൽഫ അല്ലേ ഇത്? ആൽഫ. അതെ അല്ലേ? ആൽഫയിൽ ആപ്പയുടെ ബോഡി ബാക്കൊക്കെ ആപ്പയാക്കിയിട്ടുണ്ട് അല്ലേ? എന്താ ഇത് ഫുൾ ബോഡി ഇറക്കി പണിതാന്ന് തോന്നുന്നു അല്ലേ? ഫുള്ളായിട്ടുള്ള വർക്ക്. ഇത് എത്ര രൂപയുടെ വർക്കാ? ഇത് 60 രൂപ. ഫുൾ വർക്കിന് 60,000 രൂപ അതല്ലേ? സാധനടക്കം ഈ ബോഡി വർക്ക് മാത്രം. ഇത് മാപ്പയുടെ ബോഡി കയറ്റി സെറ്റ് ചെയ്തേക്കണേ. അതെ അല്ലേ? ഓ പിന്നെ അതെ ഇവിടെ ഒരു പെട്ടി ഗുഡ്സ് ചേസ് മാറ്റാൻ തോന്നുന്നു അല്ലേ? ഇത് പുതിയ ചേസാണല്ല? അതെ അല്ലേ? ഇത് ഉണ്ടാക്കിയാണല്ലേ? തകിടിനടിച്ച് കൈക്കടിച്ച് ഉണ്ടാക്കിയല്ലേ? ഇത് ഹാഫാ മാറിയിട്ടുള്ളൂ അല്ലേ? ഇത് ഹാഫ് മാറിയിട്ടുള്ളൂ കേട്ടോ. ടെസ്റ്റ് വർക്കാണോ? ടെസ്റ്റ് വർക്കാണ്. പേരൊന്ന് പറയോ? അമൽ. വീട് എവിടെ? നാടുകാണി.
അവിടെ വീഡിയോ കാണാറുണ്ടോ? കാണാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട്. അതല്ലേ? ആ പേരെന്ന് പറയൂ. എൻ്റെ ഒരു ആൻസൺ. വീട് ഇവിടെ തന്നെയാണോ? വീട് അപ്പോൾ നിങ്ങൾ 3 പേരാ പാച്ച് വർക്കറായിട്ട്? പെയിന്റിംഗ് ഒക്കെ ഇവിടെ കൊടുക്കാറാ? പുറത്താ കൊടുക്കണം അല്ലേ? അപ്പോൾസറി പുറത്താണല്ലേ? അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഫുള്ള് ഇനിയിപ്പോൾ അപ്പച്ചി പെയിന്റ് അടിക്കൂലേ? ഫുള്ള് പെയിന്റ് അടിക്കൂലേ? ഇത് 60,000 രൂപയുടെ വർക്ക് അല്ലേ? വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? 6 കിലോമീറ്റർ. അപ്പോൾ വർക്ക്ഷോപ്പിലെ ആളുകളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ്ട് മെയിൻ ചങ്ക്. ഇത് മെയിൻ ചങ്ക്. പിന്നെ 2 പണിയൊക്കെ പഠിച്ചാൽ അവരൊക്കെ തന്നെ പണി പഠിച്ചാൽ തന്നെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തെടുക്കുന്ന ഓട്ടോറിക്ഷ ഒന്ന് പരിചയപ്പെടാം. അത് ഇവിടെ പണിതാണ് കേട്ടോ. ഗോൾഡൻ വർക്കൊക്കെ ആയിട്ട് ഇവിടെ പണിതാണ്. അതാ അതല്ലേ? എന്ന് പറഞ്ഞോ, എന്താ പറഞ്ഞോ? പറഞ്ഞോ. പുറത്തെടുക്കണ പ്രൈവറ്റില്ലേ? അതെന്തിൻ്റെ ഡിസൈൻ? ഫുൾച്ചാടി ഉണ്ടാക്കി വെച്ചേക്കണേ. അതെ അല്ലേ? നമുക്ക് നോക്കാം. ആദ്യം ഇതൊന്ന് പരിചയപ്പെടാം. നമ്മളെ നൗഷാദിൻ്റെ ഗോൾഡൻ വർക്ക് ഇല്ലേ? മട്ടാഞ്ചേരി നൗഷാദായിട്ട് ഇത് ഫസ്റ്റായിട്ട് ഗോൾഡൻ വർക്ക് കൊണ്ടുവന്നാണ് ഓട്ടോയിൽ. ട്രെയിൻ്റെ ഇടയ്ക്കൊക്കെ ഡിപ്പനായിട്ടാ. നോക്കി അടിപൊളിയാണ് കേട്ടോ. നോക്കി അടിപൊളി. മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പുള്ളി എല്ലാം കൃത്യമായിട്ട് പുള്ളിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. എല്ലാം ഓ ഡിക്കി ഇങ്ങനെയാണ് ചെയ്തേണ അല്ലേ? ഓ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഫുൾ ബാക്ക് അടിച്ചേ നോട്ടെ. ഓ ബമ്പർ കൊള്ളാലോ അല്ലേ? ക്യാമറ ഉണ്ട് അല്ലേ? ഓ ബമ്പർ ഇങ്ങനെ കൊടുത്തേണ അല്ലേ? ഇതാരാ ഡിസൈൻ ചെയ്ത ആരാണ്? ഇങ്ങനെ ഡിസൈൻ ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോവാം. അതെ അല്ലേ? ഇവിടെ ഗോൾഡനായിട്ട് ഓടിച്ചത്. അതുപോലെ തന്നെ അകത്ത് നോക്കി അടിപൊളി. ആ ലൈറ്റൊക്കെ ഒന്ന് ഇടുമോ? ലൈറ്റ് വർക്ക് ചെയ്യില്ലേ? ഓ അതെ നോക്കിയേ അടിപൊളി വർക്കാണ് കേട്ടാ. പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഇവിടെ അതെ TV കൊടുത്തിട്ടുണ്ട് കേട്ടാ. സിനിമ കാണാറുണ്ടോ? അതല്ലേ? റിവേഴ്സ് ഇട്ടു. അതെ ഫ്രണ്ട് ലുക്ക് നോക്കിയേ അടിപൊളി. പിന്നെ ഇവിടെ കൊമ്പ് കൊടുത്തിട്ടുണ്ട്. കൊമ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. കൊമ്പ് ഈ ഡിസൈൻ വന്നപ്പോഴേ കുറച്ചുകൂടി ലുക്കായിട്ടുണ്ട്. അടിപൊളി കൊമ്പാണ് കേട്ടാ. അതുപോലെ തന്നെ കൊമ്പിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വന്നേക്കണത്. പിന്നെ പേരെന്തിൻ്റെ? സെന്റ് മേരീസ് അല്ല തുലാമറ്റ. വീട്ടുപേരാണോ? വീട്ടുപേരാ അല്ലേ? ഓക്കെ. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ താടി ഗോൾഡനാണ് കൊടുത്തേക്കണത്. പിന്നെ അതെ അല്ലേ? ഇത് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഓ സീറ്റ് അപ്പോൾസറി വർക്കൊക്കെ അതെ നോക്കിയേ. അപ്പോൾസറി വർക്ക് നല്ല കട്ട സീറ്റാണ് കേട്ടോ. ബാക്കിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി കട്ട സീറ്റാണ് കൊടുത്തേക്കണത്. അതിനുണ്ട് വർക്ക് എങ്ങനെയുണ്ട് പുള്ളിയുടെ? ബിജുയുടെ വർക്ക് എങ്ങനെയുണ്ട്? നല്ല വർക്കാ. എത്ര രൂപയുടെ വർക്ക് ഇത്? ഇത് 2 ലക്ഷം രൂപയുടെ വർക്ക്. 2 ലക്ഷം രൂപയില്ലേ ഫുള്ള് വർക്ക്? അപ്പോൾസറി പെയിന്റിങ് എല്ലാം കൂടി എല്ലാം 2. സ്ലൈഡിങ് ഒന്നും ഇട്ടേ? സ്ലൈഡിങ് നമുക്ക് കിട്ടില്ലല്ലോ. സ്ലൈഡിങ് ഒന്നും ഇട്ടേ? ബാക്കിൽ ലൈറ്റ് ഉണ്ട് അല്ലേ? സ്ലൈഡിങ് നോക്കിയേ. വേണ്ട ഒരു സൈഡ് ഇട്ടാൽ മതി.
ഇവിടുത്തെ ലുക്ക് ഒന്ന് നോക്കിയേ. ബാക്ക് റിവേഴ്സ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ, അടിപൊളി. അപ്പുറത്ത് ആവില്ലെന്ന് തോന്നുന്നു ഈ സൈഡ്. ഇത് ഇൻഡിക്കേറ്റർ ആയിട്ടാണോ? ഓ ഇൻഡിക്കേറ്റർ ആണ് കേട്ടാ. ഓ ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള ഫ്ലാഷ് ചെയ്യണത്. ഇത് നമുക്ക് ഈ ഇത് പ്രൈവറ്റ് ഒന്ന് കാണാം. സരോജം. ആ അടിപൊളി. പച്ചക്കുതിര. ആ പച്ചക്കുതിര ഏതാണ് പച്ചക്കുതിര? ഓ ഓ ഓ ഇവിടെ അല്ലേ. അപ്പം ഇത് പച്ച അടിക്കാറുന്നില്ലേ? അടിപൊളിയായനല്ല, പച്ച സ്റ്റിക്കർ കൊടുത്താൽ മതിയായിരുന്നു. ആ സോറി. ആ അതന്നെ. അല്ല സ്റ്റീലിൽ പച്ചക്കുതിര ഇരിക്കണ പോലെ ഒരു വെറൈറ്റി ആയന. പച്ചക്കുതിര ഉണ്ടോ നോക്കിയേ. ഇത് നിങ്ങൾ അടിച്ചെടുത്താണോ? എങ്ങനെയാണ്? അതെ അല്ലേ. ഇതും ഗോൾഡൻ മാർക്ക് തന്നെ കേട്ടാ. കണ്ടാ നോക്കിയേ, അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടി. പ്രൈവറ്റ് വണ്ടിയല്ലേ? എൻ്റെ വണ്ടിയല്ല, കൂട്ടുകാരുടെ വണ്ടിയാണല്ലേ? പുള്ളിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ. പുള്ളി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ വർക്ക് ഇവിടെ അല്ലേ കഴിഞ്ഞത്? നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുന്നത്? വിനായക പാച്ച് വർക്ക്. നോക്കിയേ താടിയൊക്കെ നോക്കിയേ, താടിയൊക്കെ ഗോൾഡൻ താടി. ഫ്രണ്ട് അടിപൊളി ലുക്കാണ് കേട്ടോ. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, അകത്തേക്ക് വരികയാണെങ്കിൽ ഇതും അതുപോലെ തന്നെ ഗോൾഡൻ വർക്കാണ് കേട്ടോ. അകത്തൊക്കെ ഗോൾഡൻ വർക്ക് ചെയ്തത്. ഇൻറ്റീരിയർ ടോപ്പ് വർക്കൊക്കെ ഓക്കെ. ലൈറ്റ് ഒന്നും ഇടോ? ലൈറ്റ് ഇട്ടു. ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. ആ ഞാൻ നോക്കിയേ. ആ അടിപൊളി. ഇതേ ലൈറ്റ് ഇൻറ്റീരിയർ നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ആ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഇതേ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ അടിപൊളി. ഇത് വന്നാണ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ ഈ ഡിസൈൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണാറുണ്ടേ നല്ല ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്താ അടിപൊളി. അതല്ലേ ഉള്ളിലത്തെ ലൈറ്റ്. ഓ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര രൂപയുടെ വർക്ക് ഇത് അറിയോ? അതെ തോന്നണ്ട, നമുക്ക് ചോദിക്കാം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ വർക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇൻറ്റീരിയർ ടോപ്പ് വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. 1:30 അല്ലേ? 1,30,000 രൂപയുടെ വർക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 2 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട് അല്ലേ? ആ അതെ അതെ. TV ഒക്കെ കൂടി റിവേഴ്സ് ക്യാമറയും ഒക്കെ കൂടി 2 ലക്ഷം അല്ലേ? 2 ലക്ഷത്തിന് മുകളിലായാ? മുകളിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വണ്ടിയുടെ ഓണറായിട്ട് നിൽക്കുന്നത് 2 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ലുക്ക് ഒന്ന് കണ്ടു നോക്കിയേ. ഡോറൊക്കെ സെറ്റാണ് കേട്ടോ. ഡോറൊക്കെ സെറ്റാണ് നോക്കിയേ. ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ബാക്ക് ലുക്ക് ഓക്കെ. ബാക്ക് ലുക്ക് അടിപൊളി ലുക്കാണ് കേട്ടോ. അതല്ലേ? ഓ ഇത് ഫിക്സ്ഡ് ആണല്ലേ? ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കേട്ടോ. എൻ്റെ ബാക്ക് ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ നോർമലുള്ള വർക്ക്. അതിൻ്റെ അകത്ത് സ്ക്വയർ പൈപ്പ് സ്റ്റീൽ ഓടിച്ചിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റർ ലൈറ്റ് അല്ലേ? ഇൻഡിക്കേറ്റർ ലൈറ്റാണ് കൊടുത്തേക്കണത്. എന്നിട്ടേ അതാ അടിപൊളി. അപ്പോൾ പുറത്ത് കിടക്കുന്ന 2 വണ്ടിയുടെ വർക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വിനായക പാച്ച് കൂട്ടുകാരൻ്റെ ചാനലാട്ടോ. ഏത്? അതല്ലേ? ആരുടെ? നിങ്ങളുടെ കൂട്ടുകാരൻ്റെ?
ഇപ്പം കാട്ടിപ്പോയി ഓഫ് ബീറ്റ് ട്രാവൽ ഇതാ പുള്ളി എടുത്ത ഫോട്ടോ ആണത്. കാട്ടിപ്പോയി ഒറിജിനൽ. പുള്ളിയുടെ പേരെന്താണ്? പോണേ ടൂർ. അതല്ലേ ഏത് കാട്ടി നിർത്തിയാണ്? ബന്ദിപ്പൂര് ബന്ദിപ്പൂർ നിർത്താണല്ലേ. ഓഫ് ബീറ്റ് ട്രാവലർ ജിനോ ജോസ് അവന്റെ പേര്. ജിനോ ജോസ്. യൂട്യൂബിലൊക്കെ ഉണ്ടോ? യൂട്യൂബിലുണ്ട്. ഉണ്ടല്ലേ? ഈ ട്രാവലിംഗും പേരടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ വരും. അതെ അല്ലേ? ഓക്കെ. അപ്പുറം പുലിയുണ്ട്, അപ്പുറം ഒറിജിനലാ. അതെ അല്ലേ? ഓക്കെ. ഇത് ഗ്രാഫിക്സ് ചെയ്തേക്കണേ, പല്ലാരിമംഗലത്താണ് ഗ്രാഫിക്സ് ചെയ്തേക്കണേ. ഇതല്ലേ? ഒരു സൈഡ് എഴുതാൻ 600 രൂപ. അപ്പോൾ എങ്ങനെയുണ്ട് വിനായക പാച്ച് വർക്കിൻ്റെ ബോഡി വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയുക. അതെ പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഡിക്കി പൊക്കി നോക്കിയില്ലല്ലോ എന്ന്. എന്നാലും പുള്ളിയുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുത്തേക്കാട്ടാ. നമുക്കൊന്ന് ഡിക്കി പൊക്കിയൊന്ന് നോക്കാം. പൊക്കിക്കോ. അപ്പോൾ അങ്ങോട്ട് അടിപൊളി. എന്താ ബാക്കിൽ നിന്ന് ടോപ്പ് വർക്ക് ഒന്ന് നോക്കിയേ. ഇൻറ്റീരിയർ ടോപ്പ് വർക്ക് നോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടാ. താത്തിക്കോ. ഇന്നലെ ഊട്ടി പോയാ 2 ദിവസം. അതല്ലേ ഊട്ടി പോയാ? ഊട്ടി പോയി വന്ന് കയറിയുള്ളൂ. അതല്ലേ? നമുക്ക് വേണ്ടിയിട്ട് ഉറക്കം കളഞ്ഞാ. അപ്പോൾ അതെ ഇതാണ് കേട്ടാ വിനായക പാച്ച് വർക്ക്. ബാ എന്നാ വീഡിയോയുടെ നിർത്താല്ലേ? പറഞ്ഞത് ഓ ഇത് ഒറിജിനൽ പിക്ചറാണല്ലേ? പുള്ളി എടുത്ത പിക്ചറാണല്ലേ? കാട്ടിപ്പോയി എടുത്തേക്കണം. അപ്പോൾ കാട്ടിലപ്പോൾ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യൂ? അതിന്റെ പെർമിഷനൊക്കെ വാങ്ങിയിട്ടാ പോകണം. അതെ പുള്ളി എടുത്ത വരാൻ പാകത്തിനൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് വൈൽഡ് ലൈഫ് അല്ലേ? വൈൽഡ് ലൈഫ് ഫോട്ടോ ചിത്രീകരണമാണ്. ഇതിന്റെ പേര് ഇതാണ് ഓഫ് ബീറ്റ് ട്രാവലർ. ഓഫ് ബീറ്റ് ട്രാവലർ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. വാ വീഡിയോ നമുക്ക് നിർത്താം. ആയിക്കോട്ടെ. ഈ വർക്ക്ഷോപ്പിൻ്റെ അഭിപ്രായം വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ. തമ്പടിച്ചേക്ക് തമ്പടിച്ചു. ജനിച്ച നാൾ ഓർമ്മയിൽ ഇല്ലിരുന്നാലും ഓർമ്മ വെച്ച നാൾ മുതൽ